അയോധ്യ രാമക്ഷേത്രത്തിൽ സ്ഥാപിച്ച വിഗ്രഹത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തേക്ക്. ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് മുൻപുള്ള കണ്ണുമറയ്ക്കാത്ത ചിത്രമാണ് പുറത്തേക്ക് വന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ അയോധ്യയിൽ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ അയോധ്യയിലേക്ക് ഒഴുകി എത്തുകയാണ്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് രാമജന്മഭൂമി കേസിൽ വിധി പ്രസ്താവിച്ച ജഡ്ജിമാർക്കും ക്ഷണമുണ്ട്. ബി ബാലഗോപാൽ അയോധ്യയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, വിഗ്രഹത്തിൻ്റെ പൂർണ്ണ രൂപം ദർശിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അയോധ്യയിലെ ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒരുപാട് പേർക്ക് ക്ഷണമുണ്ട്. അക്കൂട്ടത്തിൽ വിധി പറഞ്ഞ ജഡ്ജിമാർക്കും ക്ഷണമുണ്ട് എന്ന പ്രത്യേകത കൂടി, പ്രാധാന്യം കൂടി ഉണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ചടങ്ങുകളിലേക്ക് കടക്കാൻ? അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെ? പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ അയോധ്യയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയ ക്ഷേത്രത്തിൽ ഇന്നലെ സ്ഥാപിച്ച വിഗ്രഹത്തിന്റെ അഭിഷേക നടപടികളാണ് അതാണ് പുരോഗമിക്കുന്നത്. 5 തരം അഭിഷേകങ്ങളാണ് നടക്കുന്നത്. ജലം, അതുപോലെ തന്നെ പാല്, അരി, അതിനു പുറമെ ഔഷധം, പുഷ്പം, ഇങ്ങനെ 5 തരത്തിലുള്ള അഭിഷേകങ്ങളാണ് നടക്കുന്നത്. ഈ അഭിഷേകത്തിനായുള്ള ജലം സരയൂ നദിയിൽ നിന്നും അതുപോലെ തന്നെ നേപ്പാളിലെയും ഇന്ത്യയിലെയും വിവിധ പുണ്യ നദികളിൽ നിന്നുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ മറ്റ് അഭിഷേകങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിച്ചിട്ടുള്ളത്. ഈ അഭിഷേക നടപടികൾ 22-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ സമാപിക്കുള്ളൂ. തുടർന്നാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുന്നത്. അതായത് ഈ അഭിഷേകത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾ നാളെ മുതൽ അയോധ്യയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ അയോധ്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് ഇടയിലാണ് സുപ്രീം കോടതിയിൽ ഈ കേസിൽ, അതായത് രാമജന്മഭൂമി കേസിൽ വിധി പ്രസ്താവിച്ച 5 ജഡ്ജിമാരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ അവർക്കുള്ള ക്ഷണം കൈമാറിയത്.